കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ തള്ളി സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി. പോലീസ് കണ്ടെത്തിയ ആയുധം ഉപയോഗിച്ച് സെല്ലിന്റെ കമ്പി മുറിക്കാനാകില്ല എന്ന് സമിതി അംഗം ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. ജയിൽ ചാട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായി എന്നും അന്വേഷണ സമിതി വ്യക്തമാക്കി. കണ്ണൂർ സെൻട്രൽ ജയിലിലെ പരിശോധന പൂർത്തിയാക്കിയ ശേഷമാണ് അന്വേഷണ സമിതിയുടെ പ്രതികരണം. പ്രഥമദൃഷ്ട്യാ തന്നെ ഉദ്യോഗസ്ഥരുടെ വീഴ്ച വ്യക്തമാണെന്ന് സമിതി വിലയിരുത്തി. ജയിൽ ചാട്ടത്തിന് ദിവസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുണ്ടായിട്ടും കണ്ടെത്താനാകാത്തത് ഗുരുതര വീഴ്ചയാണ്. പോലീസ് തെളിവായി കണ്ടെത്തിയ ആയുധം ഉപയോഗിച്ച് സെല്ലിലെ ഇരുമ്പ് കമ്പി മുറിച്ചു എന്നതിൽ അവ്യക്തതയുണ്ടെന്നും അന്വേഷണ സമിതി വ്യക്തമാക്കി. അത്ഭുതപ്പെടുത്തിയ ഒരു പണിയാണ്. ആ കമ്പികൾ 8 അറ്റം മുറിച്ചു, 4 കമ്പിയുടെ 2 വശവും മുറിച്ച് കളഞ്ഞ് പ്രഥമദൃഷ്ട്യാ അത് ബോധ്യപ്പെട്ടത് ഒരു ചെറിയ ടൂൾ കൊണ്ട്, ഒരു ചെറിയ ആക്സോ ബ്ലേഡ് കൊണ്ട് പോലും അത് മുറിച്ചു മാറ്റാൻ സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ വൈദഗ്ധ്യത്തോടെ മുറിച്ച പോലെ ഇരിക്കുന്നു കണ്ടിട്ട്. കാലപ്പഴക്കം ചെന്ന സെല്ലുകളും തകരാൻ സാധ്യതയുള്ള മതിലുകളും കണ്ണൂർ സെൻട്രൽ ജയിലിലുണ്ട്. ഇത് സുരക്ഷാ ഭീഷണിയാണെന്ന് സമിതി വിലയിരുത്തി. ഉന്നത ജയിൽ ഉദ്യോഗസ്ഥരുമായി അന്വേഷണ സമിതി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഉത്തരമേഖല ജയിൽ DIG, കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ മറ്റ് ജയിലുകളിലും അന്വേഷണ സമിതി പരിശോധന നടത്തും. 24 കണ്ണൂർ.